അമ്മ മാതാവിന് ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ 2022 ജൂൺ 18 ഫസ്റ്റ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ 2ാം തവണയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ വന്ന് ഞാൻ സാക്ഷ്യം പറയുന്നത്. എൻ്റെ പേര് സിന്ധു, ഞാനൊരു ഹിന്ദുവാണ്. ഫസ്റ്റ് ഞാൻ ആദ്യം ഉടമ്പടി എടുത്തു. അതിൻ്റെ നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് ആ കാര്യങ്ങളെല്ലാം ഞാൻ ആദ്യത്തെ സാക്ഷ്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ എഴുതി കൊടുത്തിട്ട് പറയാതെ പോയ ഒരു സാക്ഷ്യമുണ്ട്. എനിക്ക് മെയിനായിട്ട് എനിക്ക് കിട്ടിയൊരു ദൈവാനുഭവം അച്ഛൻ്റെ ധ്യാനത്തിലൂടെ. എൻ്റെ വിരലിൽ പുള്ളി കണക്കൊരു പാടുണ്ട്, എന്തോ ഉണ്ടായിരുന്നു. 2 ആഴ്ച കൊണ്ടേ അതുണ്ടായിരുന്നു. അതിൻ്റെ ബുദ്ധിമുട്ടുള്ള ഏറെയായിരുന്നു. അപ്പോഴത് പുള്ളി കണക്കിരുന്നെങ്കിലും അത് നീഡിലുകൊണ്ട് കുത്തിയാലൊന്നും അത് പോകത്തില്ല. നമ്മൾ ഡ്രസ്സ് ചെയ്ത് വെച്ചാൽ അത് പൊള്ളിയത് ഇളകിയിരിക്കും. നമുക്ക് ആ വിരൽ പുറത്ത് ആരെയും കാണിക്കാൻ പോലും പറ്റത്തില്ല. അതുപോലെ വികൃതമായിട്ടിരിക്കുമായിരുന്നു. ഞാൻ ഉടമ്പടി തൈലമിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഉടമ്പടി ഉപ്പിനകത്ത് കൈ മുക്കിയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോഴേ ഞാൻ ജോലി ചെയ്യുന്നത് അടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. ഫാർമസിയുടെ സ്റ്റോറാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കൂടുതലും കമ്പ്യൂട്ടറുമായിട്ട് വർക്ക് ചെയ്യേണ്ടതുകൊണ്ട് ഈ വലത് കൈ കെട്ടി വെച്ചിട്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ യാദൃശ്യാൽ ഞാൻ എൻ്റെ മകളും കൂടെ ഒരു ദിവസം ഞാനിവിടെ ഇവിടെ വന്നു. അപ്പോൾ എല്ലാ മാസവും ഞാനിവിടെ വരാറുണ്ട്. അങ്ങനെ അന്ന് അച്ഛൻ്റെ ധ്യാനമാണ്. അത് വളരെ ധ്യാനമാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോഴവിടെ വന്നിരുന്നപ്പോൾ ധ്യാനം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മകളുടെ അടുത്ത് പറഞ്ഞ് നമുക്കെന്നാൽ ഇത് കൂടിയിട്ട് പോകാം. അങ്ങനെ മോളും ഞാനും കൂടെ അവിടെ ഇരുന്ന സമയത്ത് ലാസ്റ്റ് രോഗസൗഖ്യ ശുശ്രൂഷയിൽ അച്ഛനിങ്ങനെ പറഞ്ഞു, വിരലിൽ പുള്ളിയെ കണക്കിരിക്കുന്നത് കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കൈ ഉയർത്തി ശക്തമായി സ്തുതിക്കാൻ അച്ഛൻ പറഞ്ഞു. അപ്പം ഞാൻ പല ധ്യാനങ്ങളും ഇവിടെ അതിനുശേഷം കൂടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ശക്തമായി സ്തുതിക്കുമ്പോൾ കൈ ഇങ്ങനെ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അനങ്ങത്തില്ല. പക്ഷേ ഞാൻ ആ ശക്തമായി സ്തുതിക്കുന്ന സമയത്ത് എൻ്റെ ഈ വിരൽ മാത്രം ഇങ്ങനെ പടപടാൻ പിടിച്ചുകൊണ്ടിരുന്നു. അപ്പോഴൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ ഈ ശക്തമായി സ്തുതിക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും പിന്നീട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഈ വിരൽ അപ്പോഴെല്ലാം ഈ കൈ ഇങ്ങനെ സ്റ്റിഫായിട്ടിരിക്കുന്നതല്ലാതെ അന്ന് ആ സമയത്ത് ഈ വിരലിങ്ങനെ ശക്തമായി അനങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അതിന് മുമ്പ് എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു, നിൻ്റെ കയ്യിൽ എന്താ പൊള്ളിയതാണോ? അപ്പോൾ ഞാൻ പറയും എനിക്കറിയത്തില്ല, എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. അപ്പോഴും പറയും നീ നല്ലൊരു കൈ എന്ത് കാണിച്ചു വെച്ചേക്കുക എന്നിങ്ങനെ ചോദിക്കുകയും ചെയ്യും എൻ്റെ അടുത്ത്. അതിനുശേഷം ഞാനിവിടുന്ന് ധ്യാനം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോകുമ്പോഴാണ് ഞാൻ കൈ ശ്രദ്ധിക്കുന്നത്. എൻ്റെ ഈ വിരലിൽ ആ പുള്ളിയിളകിയ പാടുമില്ല, ആ ഇളകിയിരിക്കുന്ന കാര്യങ്ങളുമില്ല, ഒന്നുമില്ല. അത് എനിക്ക് എൻ്റെ അമ്മ മാതാവ് ഈശോ വഴി എനിക്ക് അച്ഛനിലൂടെ എനിക്ക് തന്ന ഒരു രോഗസൗഖ്യമാണ്. എനിക്ക് കൂടുതൽ വിശ്വാസത്തിലേക്ക് വരാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചതാണ്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോഴും ഞാൻ ഫസ്റ്റ് ഉടമ്പടി നിയോഗം വെച്ചത് ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ വന്നപ്പോഴും എനിക്ക് തോന്നി എൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ഒരിക്കലും എനിക്ക് ഉടമ്പടി ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ഇങ്ങനെ വെച്ചു, എൻ്റെ ഇനിയുള്ള ജീവിതം അമ്മ മാതാവിൽ ഈശോയിലുള്ള വിശ്വാസത്തിലും വിശ്വസ്തതയിലും ജീവിക്കാൻ എനിക്ക് കഴിയണേന്ന് ഞാൻ വെച്ചത്. പിന്നെ എൻ്റെ ഒരു ഉടമ്പടി നിയോഗം ഞാൻ വെച്ചിരുന്നതെന്ന് വെച്ചാൽ എൻ്റെ മകൾ 2 പെൺകുട്ടികളാണ്. രണ്ടാമത്തെ ആൾ LLBക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് LLBക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് അവർക്ക് സ്റ്റേറ്റ് മെറിറ്റ് കിട്ടണമെന്നായിരുന്നു. അപ്പം ഞാൻ അതിവിടെ ഉടമ്പടി നിയോഗം വെച്ചു. അപ്പോൾ നമ്മളൊരു കോളേജ് മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ അവിടെ തന്നെ അവൾക്ക് അഡ്മിഷൻ കിട്ടണമെന്നാണ്. പക്ഷേ അവളും കൂടെ മനസ്സുകൊണ്ട് പ്രിപ്പയർഡ് ആകണമായിരുന്നു ആ അഡ്മിഷന് വേണ്ടിയിട്ട്. കാരണം നമ്മളൊരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും കുട്ടികൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല, അവിടെ ചെന്ന് കഴിഞ്ഞ് സ്ട്രിക്റ്റ് ആക്കി ആകുമ്പോൾ. അപ്പോഴും അവൾ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, അതിന് മുമ്പേ പറഞ്ഞു എനിക്ക് ഇന്ന കോളേജ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ നമ്മൾ പ്രാർത്ഥിച്ചതും അതുതന്നെ, ദൈവം അവളുടെ തോന്നിച്ചതും അതുതന്നെ എന്നുള്ള രീതിയിൽ അവൾക്ക് സ്റ്റേറ്റ് മെറിറ്റിൽ തന്നെ അഡ്മിഷൻ കിട്ടി. അതൊന്ന്. പിന്നെ അതുപോലെ തന്നെ ഒരു ഹൗസിംഗ് ലോണിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പല ബാങ്കിനെ സമീപിച്ച് അപ്പോഴെല്ലാം നമുക്ക് മുൻപ്രമാണമില്ലാതെ ലോൺ സാങ്ഷനായി വരത്തില്ല. കാരണം മുൻപ്രമാണം നമുക്ക് വസ്തു തന്ന ആൾ ഒരിക്കലും ഞങ്ങൾക്ക് തരത്തില്ല. ഞാൻ ഉടമ്പടി കാശ് രൂപവും അമ്മ മാതാവിൻ്റെ ഇവിടെ നിന്നുള്ള ഉടമ്പടി ഉപ്പും ഒക്കെ കൊണ്ടുപോയി ഞാൻ അവിടെ ചെന്ന് അവരുടെ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ചോദിച്ചിട്ടും പുള്ളി അത് തരാനൊന്നും തയ്യാറായില്ല. അപ്പോഴും എനിക്ക് പക്ഷേ പുള്ളിയുടെ ഗർവോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല. കാരണം മാതാവ് ആ സമയബന്ധിതമായി ഓരോ കാര്യങ്ങളും അച്ഛൻ എപ്പോഴും പറയും സമയബന്ധിതമായി അമ്മ നടത്തി തരുമെന്ന്. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ പോരുന്നു. ഞാൻ ഒരു ഉടമ്പടി ധ്യാനം അച്ഛൻ്റെ ഓൺലൈൻ കേട്ടോണ്ടിരിക്കുന്ന സമയം എല്ലാ ആഴ്ചയിലും കൃത്യമായിട്ട് ഞാൻ ഉടമ്പടി ധ്യാനം കേൾക്കും. അത് ചിലപ്പം ബുധനാഴ്ച ആയിരിക്കും, വ്യാഴാഴ്ച ആയിരിക്കും, കൃത്യമായിട്ട് ആഴ്ചയിൽ തന്നെ കേൾക്കിരിക്കും. അങ്ങനെ ഞാൻ കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച്, മാതാവേ ഈ ഉടമ്പടി ധ്യാനം തീരുന്നതിന് മുമ്പ് എന്തേലും ഒരു മാർഗ്ഗം ഈ ലോണിന് വേണ്ടിയിട്ട്, കാരണം പല ബാങ്കുകളും ഇപ്പോൾ എല്ലാ ബാങ്കിലും പേപ്പേഴ്സ് എല്ലാം കറക്റ്റാണ്, പക്ഷേ ഈ മുൻപ്രമാണം വേണം, അത് ഒന്ന് തോന്നിക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ച സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനം കൂടുന്ന സമയത്ത് എനിക്കൊരു ബാങ്കിൻ്റെ ലീഗൽ അഡ്വൈസറിൻ്റെ ഒരു ഓർമ്മ വന്നു. അപ്പം ഞാൻ
എൻ്റെ ഹസ്ബൻഡ് അടുത്ത് ഞാൻ പറഞ്ഞു. അപ്പം സാർ ഒരിക്കൽ പറഞ്ഞു, അജി, എൻ്റെ ഹസ്ബൻഡ് ഒരു അജി എന്നാണ്, അജി ലോണിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അജി എന്നെ സമീപിക്കുമെന്ന് പറഞ്ഞു. അപ്പം സാറ് കേരള ബാങ്കിൻ്റെ ഒരു ലീഗ് അഡ്വൈസറാണ്. അപ്പം മുന്നൊരു കേരള ബാങ്കിൽ നമ്മുടെ അടുത്ത ശാഖയിൽ തന്നെ പോയപ്പോഴും മുൻപ്രമാണം ഇല്ലാത്തതുകൊണ്ട് അവർ നടത്തി തന്നില്ല. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ട് ഹസ്ബൻഡ് സാറിനെ വിളിച്ചു. അപ്പം പറഞ്ഞു നാളെ പേപ്പേഴ്സുമായിട്ട് അജി വാൻ പറഞ്ഞു. അങ്ങനെ സാറ് ബാങ്കിൽ വിളിച്ചു. ഈ പേപ്പേഴ്സ് എല്ലാം റെഡിയായി, ലോൺ സാങ്ഷനായി. അപ്പോൾ അതിന് ലോൺ സാങ്ഷനാകുന്ന തൊട്ട് മുമ്പ് ഈ വസ്തുവിൻ്റെ ഉടമ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പ്രമാണം എവിടെയാണെന്ന് വെച്ചാൽ, പുള്ളി ഇങ്ങോട്ട്, ഞാൻ പ്രമാണം എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ട് കാണിക്കാം, നിങ്ങൾക്ക് കുട്ടികളൊക്കെ പഠിക്കുന്നതിലേ പൈസയ്ക്ക് ഒത്തിരി ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, വേണ്ട, ആവശ്യമുണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞു. ലാസ്റ്റ് സാങ്ഷനായി, ലോൺ എമൗണ്ടും സാങ്ഷനായി കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് മാനേജർക്ക് ഉടനെ മുൻപ്രമാണം കാണണം. അപ്പോൾ പുള്ളി നേരത്തെ പറഞ്ഞുകൊണ്ട് പുള്ളിയെ വിളിച്ച് അങ്ങനെ എന്തായാലും അത് ഒരു കുഴപ്പമില്ലാതെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാട്ടിൽ നല്ലൊരു എമൗണ്ട് ലോണായിട്ട് അനുവദിച്ചു തന്നു. അതുപോലെ തന്നെ ഞാനിവിടെ 2022 വന്ന് ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ ഡിപ്രഷന് ടാബ്ലറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. ട്രിവാൻഡ്രം കിംസിലായിരുന്നു. അവിടെ സൈക്കാട്രി ഡോക്ടർ സുഷാ ജോൺ മാഡത്തിൻ്റെ കീഴിലുള്ള ട്രീറ്റ്മെൻറ്റിലായിരുന്നു. എനിക്ക് എന്താ പറയണ്ടേ, സ്ലീപ്പിംഗ് പിൽസ് ഇല്ലാതെ ഉറങ്ങാൻ പറ്റത്തില്ല. ആദ്യം ചെറിയ ഡോസുകളൊക്കെ മരുന്ന് തന്നെങ്കിലും അതിൽ നിന്ന് പറ്റാത്ത അവസ്ഥയായി. ചെറിയ സൗണ്ട് പോലും എനിക്ക് കേൾക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതൊന്നും, ചെറിയ കാര്യങ്ങൾ പോലും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പതിയെ എനിക്ക് ആ ഫുള്ള് മരുന്നും, ഞാനിപ്പോഴാണെങ്കിലും ടാബ്ലറ്റ് ഇല്ലാതാണ് ഞാൻ ഉറങ്ങുന്നത്, ആ ഫുള്ള് മരുന്നും എനിക്ക് മാറ്റാൻ, ആ ഒരു അവസ്ഥയിൽ നിന്ന് എനിക്ക് ഇത്രയും നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ സാക്ഷ്യം പറയാനുള്ള ഒരവസ്ഥയിലേക്ക് ദൈവം എന്നെ എത്തിച്ചു. അതുപോലെ തന്നെ എൻ്റെ മകൾ ഫസ്റ്റ്, അവൾ മൂത്താൾ ജോർജിയയിൽ MBBS സെക്കൻഡ് ഇയറാണ്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ അവൾക്ക് ആദ്യത്തെ നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് അവൾ അവിടെ ലാസ്റ്റ് ഇൻടേക്കായിട്ടാണ് അവൾ ഇവിടുന്ന് പോയത്. അപ്പം ക്ലാസ് തുടങ്ങി കുറേ ദിവസമായിരുന്നു. അതുകൊണ്ട് കുറേ അവിടെ എന്ന് വെച്ചാൽ ഓരോ സെമ്മിലും അവർക്കെന്ന് വെച്ചാൽ സെം എക്സാം പാസ്സാവണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് ചെറിയ എക്സാമുകളുണ്ട്. അതൊരു 5 മാർക്ക് 3 മാർക്കൊക്കെ വെച്ചാൽ. അപ്പോൾ എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്താൽ മാത്രമേ ഏത് ക്ലാസ്സിലാണ് അസസ്മെൻറ്റ് ഇടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അന്നേരം ആ ഒരു സാഹചര്യത്തിൽ ഒരു സബ്ജക്റ്റിന് അവൾക്ക് മിഡ് ടേം എഴുതണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം മാർക്ക് വേണം. ആ മിഡ് ടേം എഴുതാനുള്ള മാർക്ക് അവൾക്കില്ലായിരുന്നു ഒരു സബ്ജക്റ്റിന്. അപ്പോൾ ഞാനിവിടെ വന്ന് അച്ഛനെ കാണാനായിട്ട് ഞാൻ ഓഫീസിൽ ചെന്ന് നിന്നപ്പോൾ ഫസ്റ്റിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, മോളുണ്ടോ കൂടെ? ഇല്ല. മോളുടമ്പടിയിട്ടുണ്ടില്ല. എന്നാൽ പറ്റത്തില്ല, അച്ഛനെ കാണാൻ പറ്റത്തില്ല, നിങ്ങൾ ഉണ്ടെങ്കിൽ തെളിവ് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല. ഞാൻ അന്നേരം ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ച സമയത്ത് അച്ഛനിങ്ങനെ അൾത്താരയിൽ പിന്നെ ഓരോരുത്തരെയും തലയിൽ കൈവച്ചു വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ ഇരുന്ന് കൊന്ത ചൊല്ലി, ആ പ്രാർത്ഥിക്കാൻ പറയുന്ന സമയമല്ല ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി. കാരണം എന്ന് വെച്ചാൽ ഞാൻ അപ്പോഴെല്ലാം എൻ്റെ മനസ്സ് വിചാരിച്ചു, എന്നെയും മകളെയാണ് അച്ഛനാണെങ്കിൽ പ്രാർത്ഥിക്കാൻ പറയുന്നതെന്ന്. ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഞാൻ ഓഫീസിൻ്റെ അടുത്ത് എത്തിയപ്പോൾ നല്ല അതുവരെ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാത്ത മുല്ലപ്പൂവിൻ്റെ മണം. ഞാൻ ചുറ്റും ഒന്ന് കറങ്ങി നോക്കി, ഇവിടെ വല്ല മുല്ലപ്പൂ ഉണ്ടോ എന്നുള്ളത് അറിയാനായിട്ട്. അത്ര ശക്തമായൊരു മണം. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മമാതാവ് ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞു. അവർ എക്സാം ഇടാത്തതാ, രണ്ടാമത് മിനിമം മാർക്ക് കിട്ടാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് 2 കുട്ടികളെ ഉള്ളായിരുന്നു. ഒന്ന് ഇവളും ഒന്ന് വേറൊരു കുട്ടിയും. അവർക്ക് വേണ്ടിയിട്ട് മാത്രം എക്സാം ഇട്ടിട്ട് എഴുതാൻ ചെന്നിരുന്നപ്പോൾ അവർ ചോദിച്ചു, എത്ര മാർക്ക് നിനക്ക് ഇടണമെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഇത്ര മാർക്ക് എനിക്ക് ഇടണം. ആ കറക്റ്റ് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. കറക്റ്റ് അവർ ആ മാർക്ക് കൊടുത്ത് അവളെ പാസ്സാക്കി. അതുപോലെ തന്നെ അവൾ ആദ്യത്തെ വർഷം മാത്രമേ അവൾക്ക് ഹോസ്റ്റലിൽ താമസിക്കാൻ പറ്റുള്ളൂ. 2ാമത്തെ വർഷം അപ്പാർട്ട്മെൻറ്റ് എടുക്കണം. ആ 2ാമത്തെ വർഷം അപ്പാർട്ട്മെൻറ്റ് എടുക്കുന്ന സമയത്ത് മറ്റു കുട്ടികളെല്ലാം കൂടെ ഓരോ കുട്ടികളായിരുന്നു അപ്പാർട്ട്മെൻറ്റ് എടുക്കാൻ. ഇവൾക്ക് പക്ഷേ കൂട്ടിനാരും ആയില്ലായിരുന്നു. ആ സമയത്ത് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കും, മാതാവേ അവൾക്ക് നന്നായി പഠിക്കാനും നന്നായി പ്രാർത്ഥിക്കുവാനും സന്തോഷമായിട്ടിരിക്കാനും. കാരണം സന്തോഷമായിട്ടിരിക്കുകയെന്ന് വെച്ചാൽ ഇവൾക്ക് കുറേ ഹോം സിക്നെസ് ഉള്ള കൂട്ടത്തിലാണ്. നമ്മളെയൊക്കെ വിട്ടു നിൽക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലായിരുന്നു. അപ്പോഴേ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ 1.5 മാസത്തോളം അവരുടെ വേറെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ ഡിസംബർ 7-ന് ഒരു 2-3 ദിവസം മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ പ്രാർത്ഥിക്കാം, അമ്മ മാതാവ് തന്നെ ഒരു റൂം അവൾക്ക് റെഡിയാക്കി കൊടുക്കണേ. അമ്മയും ഈശോയും തന്നെ അവിടെ ഇടവും വലവും ആയിരിക്കണം. അവൾക്ക് സന്തോഷമായിട്ടിരിക്കാനും നന്നായി പ്രാർത്ഥിക്കുവാനും പഠിക്കുവാനുള്ള അവസരം കൊടുക്കണേ. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, മാതാവേ റൂം അമ്മ എടുത്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിസംബർ 7-ന് തന്നെ കിട്ടും എന്നിങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ഡിസംബർ 7-ന്, അപ്പം ഞാനിങ്ങനെ അതേക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഡിസംബർ 7-ന് ഞാൻ വൈകിട്ട് സായന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡാണെങ്കിലും
മോളുടെ മെസ്സേജ് ഇങ്ങനെ ഓപ്പണാക്കി വായിക്കുന്നത്. അപ്പോൾ ഇവളിങ്ങനെ മെസ്സേജ് ഇട്ടേക്കുന്നത്, അമ്മേ അപ്പാർട്ട്മെൻറ്റ് റെഡിയായി, ഇന്ന് ടോക്കൺ അഡ്വാൻസ് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞ്. ആ ഡിസംബർ 7 തന്നെ മാതാവ് അമ്മ തന്നെ അത് ഒരുക്കി അവൾക്ക് കൊടുത്തു. അതൊന്ന്. അതുപോലെ തന്നെ എൻ്റെ ഒരു കസിന് കിട്ടിയ രോഗസൗഖ്യമാണ്. അവൾക്ക് പരോട്ടിഡ് ഗ്ലാൻഡിൽ ചെറിയൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോഴും അവളെൻ്റെ അടുത്ത് അധികം മിണ്ടാറും ഒന്നുമില്ല. പക്ഷേ ഇത് സിസ്റ്റ് അത് FNAC ചെയ്തപ്പോൾ CAയുടെ ഒരു സാധ്യത പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത് അറിഞ്ഞുകൊണ്ട് ഞാൻ ഇവളെ വിളിച്ചിട്ട് അന്ന് ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ കവിളിൽ പരോട്ടിഡ് ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ ഈ ചെവിയുടെ ഫ്രണ്ട് സൈഡായിട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ കവിളിൽ വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടിത്തേലും വെച്ച് പ്രാർത്ഥിച്ചു. അന്ന് രാത്രിയിൽ ഞാൻ ഈശോയെ സ്വപ്നം കണ്ടു. ഞാൻ ഈശോയെ സ്വപ്നം കണ്ടതെന്ന് വെച്ചാൽ ആ വെണ്മ എനിക്ക് പറയാൻ പറ്റത്തില്ല. അതേ വെണ്മ വെണ്മയിലൂടെ ഈശോ ആണെങ്കിൽ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടായിട്ട് കണ്ടു. അപ്പം ഈശോയെ ഫേസ് ചെയ്ത് ചുറ്റിനും ആരോ നിൽക്കുന്നുണ്ട്. അതെന്താണെന്നൊന്നും എനിക്ക് പിടികിട്ടിയില്ല. അപ്പോൾ എന്നെ വേറെ ആൾ വിളിച്ച് കാണിക്കുവാണ്, മേളോട്ട് നോക്കും. അപ്പോൾ അടുത്ത് നിൽക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് പെങ്ങളാണ് നിൽക്കുന്നത് കാണുന്നത്. അപ്പം പുള്ളിക്കാരി പറയുന്നത് ഞാനൊന്നും കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നത്. അപ്പം ഞാൻ മേളോട്ട് നോക്കിയപ്പോൾ ഈശോയാണ്. അത്രയേറെ വെണ്മയോടെ ഞാൻ കണ്ട്. അന്നേരം അതിനുശേഷം വന്നവരെല്ലാം എൻ്റെ തലയിൽ, അന്നേരം ഞാൻ ഈശോയെ കണ്ടല്ലോ, അപ്പോൾ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ കണ്ടെന്നുള്ള ഇത് വെച്ച് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. അന്നേ എനിക്ക് മനസ്സിലായി ഇവളുടെ കാര്യം എന്തായാലും പൂർണ്ണ സൗഖ്യം ദൈവം കൊടുക്കും. അതിനെനിക്കൊരു ബോധ്യം ദൈവം തന്നെയാണെന്ന്. അതുപോലെ അവിടെ സർജറി കഴിഞ്ഞു. ബയോപ്സിക്ക് എടുത്തപ്പം ഒരു കുഴപ്പവുമില്ല, അവൾ നല്ല സുഖമായിരിക്കുന്നു. അപ്പോൾ ഇവിടെ വന്ന് 2022 ഞാൻ ഉടമ്പടി ജൂൺ 18 എടുത്തതിന് ശേഷം സെപ്റ്റംബർ 1 തൊട്ട് 8 വരെ മാതാവിൻ്റെ തിരുനാളാണല്ലോ. അപ്പോൾ ആ തിരുനാളിൻ്റെ തലേന്ന് ഞാൻ ജൂണിൽ ഉടമ്പടി എടുത്തു. ആ തിരുനാളിൻ്റെ തലേന്ന് ഞാൻ വേളാങ്കണ്ണി മാതാവിനെ ഞാൻ സ്വപ്നം കണ്ട്. അന്ന് വരെ വേളാങ്കണ്ണി പള്ളിയുണ്ടെന്നറിയാം, പക്ഷേ മാതാവിൻ്റെ രൂപമൊന്നും ഞാൻ എൻ്റെ ഒരു മൊബൈലിൽ ഒന്നും കണ്ടിട്ടില്ല. എനിക്കറിയത്തില്ല, ഞാനൊരു ഹിന്ദുവില്ല, എനിക്കറിയത്തില്ല. അപ്പോൾ അന്ന് ഞാൻ രൂപം കണ്ടു. ഉണ്ണിയേശുവിനെയും മാതാവിനെയും കണ്ടു. ആ സ്വർണ്ണാഭരണ വിഭൂഷിതയായി കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡ് പെങ്ങളുടെ അടുത്തും എന്നെ ഇവിടെ കൊണ്ടുവന്ന സിസ്റ്റർ അടുത്തും എല്ലാം ഞാൻ പറഞ്ഞു. അപ്പം പറഞ്ഞു, ഇതുപോലെ ഇന്ന് മുതൽ സെപ്റ്റംബർ 1 തൊട്ട് മാതാവിൻ്റെ തിരുനാൾ തുടങ്ങി, ഇത് വേളാങ്കണ്ണി മാതാവ്, നീ എന്നും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ജപമാലയൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ജപമാലയെല്ലാം പഠിച്ചു. ഞാൻ എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ജപമാലയും ചൊല്ലിയിട്ടേ രാവിലെ എഴുന്നേൽക്കത്തുള്ളൂ. അതാ ദിവസത്തെ ജപമാലയും ചൊല്ലിയിട്ട്. അപ്പോഴേ ഞാൻ അന്നേരം ഈ സാക്ഷ്യങ്ങൾ, എല്ലാ സാക്ഷ്യങ്ങളും കേൾക്കും. ഞാൻ അതാത് സാക്ഷ്യങ്ങൾ ഓരോരുത്തർക്കും ഷെയർ ചെയ്ത് കൊടുക്കും. കാരണം കുട്ടികളില്ലാത്തവർക്ക് അങ്ങനെ എനിക്കറിയാവുന്നവരുണ്ട്, അവർക്ക് ആ സാക്ഷ്യങ്ങൾ, കടമുള്ളവർക്ക് ആ രീതിയിലുള്ള സാക്ഷ്യങ്ങൾ അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അന്ന് തൊട്ട് എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ട്, എല്ലാവരും കൃപാസന മാതാവിനെ കാണുന്നു, പക്ഷേ ഞാൻ വേളാങ്കണ്ണി മാതാവിനെ കണ്ടേ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പെങ്ങളുടെ അടുത്തൊക്കെ പറയും മാതാവെല്ലാം ഒന്ന് തന്നെ, നീ അങ്ങനെ എന്തിനാ വെച്ചിരിക്കുന്നത് എന്ന് വിചാരിക്കും. അങ്ങനെ ഞാൻ ഈ കഴിഞ്ഞ സെപ്റ്റംബർ 1 തൊട്ട്, അപ്പോൾ എല്ലാ ദിവസവും ജപമാല ഇല്ലെങ്കിലും സെപ്റ്റംബർ 1 തൊട്ട് 8 വരെ ഞാൻ ഫുൾ ജപമാല രാത്രി ചൊല്ലും. അപ്പോൾ എനിക്ക് സമയമുണ്ടല്ലോ, അപ്പോൾ ഫുൾ ജപമാല രാത്രി ചൊല്ലും. അപ്പം വൈകിട്ട് സായന പ്രാർത്ഥന സമയം കഴിഞ്ഞ് ഞങ്ങൾക്ക് വേറെ ഒരിടത്ത് അത്യാവശ്യം പോകേണ്ടതുണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പം കുറച്ച് ലേറ്റായി. അപ്പോഴേ ഞാനാണെങ്കിൽ എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വിചാരിച്ചു എന്നും ഞാൻ ചൊല്ലുന്നതല്ലേ, ഇന്നും ഞാൻ ചൊല്ലിയിട്ടേ കിടക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡും കിടന്നു, മോളും കിടന്നു. ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് ഗ്രില്ലിൻ്റെ കട്ടനുണ്ട്. അപ്പോൾ കട്ടന് വെളിയിലോട്ട് റോഡിൽ ഇങ്ങനെ പോസ്റ്റിൽ വെട്ടമുണ്ട്. അപ്പോൾ ആ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ മാതാവിൻ്റെ, കൃപാസന മാതാവിൻ്റെ ഹാഫ് പോർഷൻ എനിക്ക് ആ രൂപം കാണാൻ കഴിഞ്ഞു. ഒരു കുറച്ച് സെക്കൻഡേ എനിക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. അപ്പോഴെനിക്കറിയാം എപ്പോഴും അമ്മയും ഈശോ എൻ്റെ കൂടെ ഉണ്ടെന്ന്. അങ്ങനെ ഒരുപാട് ദൈവ അനുഗ്രഹങ്ങൾ. എപ്പോഴും നിങ്ങൾ വിചാരിക്കരുത് നമ്മൾ പ്രയാസങ്ങളില്ലെന്ന്. പക്ഷേ ഏത് പ്രയാസവും പ്രതിസന്ധി ആണെങ്കിലും നമുക്ക് കുറച്ച്, അച്ഛൻ എപ്പോഴും പറയും, നിങ്ങളുടെ ഉടമ്പടി ലാഗ് ചെയ്യുമ്പോൾ നിങ്ങളത് വിഷമിക്കരുത്. കാരണം എന്താ വെച്ചാൽ ബെറ്ററായിട്ടുള്ളൊരു ഓപ്ഷന് വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ ഒരുക്കുന്നതെന്ന് പറയും. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിൽ ഞാനിവിടെ വന്നു. അപ്പോൾ അച്ഛൻ്റെ കുർബാന ഉണ്ടായിരുന്നു. അപ്പം വരുന്ന ദിവസമെല്ലാം ഇന്ന് എനിക്ക് പറ്റിയില്ല, ഞാൻ വണ്ടി കുറച്ച് ലേറ്റായി, അത് താമസിച്ചാണ് വന്നത്. വരുന്ന ദിവസമെല്ലാം കുർബാന ഞാൻ കൂടും. കാരണം കുർബാന കൂടുമ്പോൾ എനിക്ക് സങ്കടത്തോടെ ഈശോയെ എനിക്ക് നോക്കാൻ കഴിയുള്ളൂ. കാരണം അത്രത്തോളം പാപികൾക്ക് വേണ്ടിയിട്ട് കുരിശു ചുമന്ന് പീഡ സഹിച്ച് മരിച്ചതാണ്. അന്നേരം ഞാൻ എപ്പോഴും ചിന്തിക്കും, ദൈവമേ, ഞാനൊരു ക്രിസ്ത്യനായിരുന്നെങ്കിൽ എനിക്ക് ഈ കുർബാന കൈക്കൊള്ളാനും എനിക്ക് പ്രാർത്ഥിക്കാനും കഴിയുമെന്ന്. പക്ഷേ എന്നാലും എൻ്റെ കഷ്ടകാല സമയത്ത് ദൈവം, അതായത് നമ്മുടെ സങ്കീർത്തനം 27 പറയുന്ന പോലെ കഷ്ടകാല സമയത്ത് ദൈവം എനിക്ക് അഭയം നൽകിയതാണ്. ഈശോയുടെ സ്നേഹം എന്ന് പറയുന്നത്
ഞാൻ 2 തവണ ഞാനിപ്പം ബൈബിൾ വായിച്ചു കഴിഞ്ഞു. 3ാമത്തെ തവണയാണെങ്കിലും വായിക്കാൻ തുടങ്ങി. ആദ്യത്തെ തവണ എനിക്ക് അത്ര ബോധ്യത്തോടെയല്ല ഞാൻ വായിച്ചു, എനിക്കറിയില്ല. പഴയ നിയമവും പുതിയ നിയമവും ഒക്കെ വായിക്കുമ്പോൾ പുതിയ നിയമം എനിക്ക് എളുപ്പം മനസ്സിലാക്കാൻ സാധിച്ചു, പക്ഷേ പഴയ നിയമം ടഫായിരുന്നു. അപ്പോൾ ഒരിക്കൽ അച്ഛൻ ധ്യാനത്തിൽ പറഞ്ഞു, ഇതുപോലെ പുതിയ നിയമത്തിൽ കരുണയാണെങ്കിൽ പഴയ നിയമത്തിൽ അച്ഛൻ കർത്താവ് പാപങ്ങളാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്നുള്ളത്. അങ്ങനെ ഓരോ കാര്യങ്ങളും അച്ഛൻ്റെ ഓരോ ഉടമ്പടി ധ്യാനത്തിലും എനിക്കുള്ള ഓരോരോ ബോധ്യങ്ങൾ കാണും. ഇപ്പോൾ ഈ ലാസ്റ്റ് മെനങ്ങാത്തത്തെ ധ്യാനത്തിൽ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ എൻ്റെ ഡയറിയിലേക്കകത്ത് ഒരു വചനം എഴുതി വെച്ചു, മാനസാന്തരപ്പെടുവിൻ സുവിശേഷത്തിൽ വിശ്വസിക്കുവിന്. അപ്പോഴാണ് കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ ധ്യാനം ബുധനാഴ്ച ഇന്നലെ കേട്ടപ്പോൾ തീർച്ചയായിട്ടും അച്ഛൻ ആ ഒരു ഇത് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുമെന്നുള്ളൊരു വാക്യം കഴിഞ്ഞ ഉടമ്പടി ധ്യാനത്തിലും കേട്ടു. പിന്നെ ഞാൻ ഉടമ്പടി പ്രേക്ഷിത വേലകൾ ചെയ്യുക എന്ന് വെച്ചാൽ പത്രം ഞാൻ എല്ലാവർക്കും കൊടുക്കും, എനിക്ക് മടിയൊന്നുമില്ല. പലയിടത്തും ചെല്ലുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന പല മൂലയിലും കാണും ഓരോ പത്രം എവിടെയെങ്കിലും. അതെടുത്ത് ഞാൻ ആർക്കെങ്കിലും കൊടുത്തിട്ട് ഞാൻ പറയും, ഇത് ഉറപ്പായിട്ടും വായിക്കണം, ഒരിക്കലെങ്കിലും നിങ്ങൾ അമ്മമാതാവിൻ്റെ അടുത്ത് പോകണം. എന്നെ പലരും എന്നെ കളിയാക്കിയിട്ടുണ്ട്. എൻ്റെ പേര് പോലും വിളിക്കാതെ എന്നെ കൃപാസനം എന്ന് കളിയാക്കി വിളിക്കും. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയും പത്രം കൊടുക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ മകളെ എന്തിനാണ് നിങ്ങളെ പത്രം കൊടുത്ത് കൊച്ചിൻ്റെ അവിടെ വിടുന്നതെന്ന് പറയും. അപ്പോഴെല്ലാം ഞാൻ മനസ്സിൽ ചിന്തിക്കും, ഈശോ എത്രയേറെ അന്നേരം ഹോസ്പിറ്റലിൽ തന്നെ കൊടുക്കുമ്പം ഡയാലിസിസ് പേഷ്യൻ്റൊക്കെ ചില പേഷ്യൻ്റെ അടുത്ത് ചോദിക്കും, ഞങ്ങൾ ഇങ്ങനെ പത്രം കൊടുത്ത് ഒരു ക്രിസ്ത്യൻ തന്നെ ഒരു ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ കുറേ കൊടുത്തതാ, എനിക്ക് പത്രം വേണ്ട, ഞാനിതും കൊണ്ട് കുറേയൊക്കെ നടന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ തിരിച്ചു വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി സിസ്റ്ററിന് വിഷമം തോന്നണ്ട, ഞാൻ വാങ്ങിച്ചോളാമെന്നും പറഞ്ഞ് എൻ്റെ ഇന്ന് തിരിച്ചു വാങ്ങിച്ചു. വേറൊരു പള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെ കൊച്ചിനെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തത്, എന്തിനാണ് സിസ്റ്റർ? ഞാൻ പറഞ്ഞു, സ്വന്തം സ്വപുത്രനെ പോലും എന്താ പറയണ്ടേ പീഡയിൽ നിന്ന് ദൈവം മാറ്റി വെച്ചില്ല. പിന്നെ അന്നവിടെ സാധാരണ പാപികളായ മനുഷ്യനെ ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. തീർച്ചയായിട്ടും പ്രേക്ഷിത വേല ചെയ്യുക എന്ന് വെച്ചാൽ പത്രം കൊടുക്കും. അതുപോലെ തന്നെ ഞാൻ ഷെയർ യൂട്യൂബിലാണെങ്കിൽ വരുന്ന സാക്ഷ്യങ്ങളെല്ലാം കാണി അത് ഷെയർ ചെയ്തുകൊടുക്കുകയും ചെയ്യും. ധ്യാനത്തിലാണെങ്കിൽ ശരി, എന്നെ ചിലർ വേണ്ടാന്ന് പറഞ്ഞാലും ഇതാന്ന് പറഞ്ഞാലും ഞാൻ അവർക്ക് തന്നെ വീണ്ടും ഞാൻ ഇതിട്ട് കൊടുക്കും. പിന്നെ ഫുഡ് ഞാൻ വീട്ടിലുണ്ടാക്കിക്കൊണ്ട് കൊടുക്കുമായിരുന്നു ഹോസ്പിറ്റലിൽ. ഇപ്പം ഫുഡ് പൊതിച്ചോറ് അവിടെ അവർ കൊണ്ടുവരാൻ സമ്മതിക്കുന്നില്ല. പിന്നെ ചെറിയ സാമ്പത്തിക സഹായങ്ങളും മരുന്ന് വാങ്ങിക്കാൻ പറ്റാത്ത എല്ലാം കൊടുക്കും. അമ്മ മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി. സാക്ഷ്യം ഈ മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചു എന്നും ഈശോനെ കണ്ടു എന്നും അതിനേക്കാളപ്പുറം ഒരു 2-3 പ്രാവശ്യം ബൈബിള് വായിച്ച് വെറുതെ വായിച്ചതല്ല എന്ന് സാക്ഷ്യം കേൾക്കുമ്പം മനസ്സിലാവും. കാരണം ഒരു പക്ഷേ ഇവിടെ ഈശോനെ മാതാവിനെയൊക്കെ പണ്ട് കുഞ്ഞിലെ തൊട്ട് അനുഭവിച്ച് അറിഞ്ഞവർ സാക്ഷ്യം പറയുന്നതിനേക്കാളുമൊക്കെ ഒരു പക്ഷെ മനോഹരമായിട്ടും ആഴത്തിലുമൊക്കെ സാക്ഷ്യം പറയാനായിട്ട് പരിശുദ്ധ അമ്മ വളരെ ചുരുങ്ങിയ നാളുകൊണ്ട് ഉടമ്പടി എടുത്തവരെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളത് അത് വലിയൊരു പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യമായിട്ട് തന്നെ കരുതുകയാണ്. അതിൽ ജപമാലയെക്കുറിച്ചും വിശുദ്ധ കുർബാനയെക്കുറിച്ചുമൊക്കെ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അത്യാവശ്യം നമുക്ക് ബോധ്യപ്പെടും. കാരണം നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മളിലുള്ള ഈ ശക്തിയുടെ സ്രോതസ്സെന്ന് പറയുന്നത് വിശുദ്ധ ബലിയും ജപമാലയും ബൈബിളുമാണെന്നുള്ളതാണ്. അത് നമുക്കെല്ലാവരും ഒരുപക്ഷെ മതബോധനത്തിൽ പഠിച്ചിട്ടുണ്ടെന്നെങ്കിലും ഇന്ന് മറ്റ് ഒരുപക്ഷെ ഇതൊക്കെ വളരെ വൈകി അറിഞ്ഞവർ ഇതിൻ്റെ ശക്തി മനസ്സിലാക്കുവാനായിട്ട് നമ്മളെ ഉടമ്പടിയിലൂടെ സഹായിക്കുന്നുണ്ട്. ഇപ്പം ഈ മകളുടെ സാക്ഷ്യത്തിൽ എല്ലാ കാര്യത്തിലും ഇപ്പം 2 മക്കളുണ്ട്, മക്കളുടെ കാര്യമുണ്ട്, വ്യക്തിപരമായ കാര്യമുണ്ട്. അതിനേക്കാളും ഏറ്റവും മനോഹരമായിട്ടുള്ളത് മാതാവിൻ്റെ വലിയ സാന്നിധ്യം വ്യക്തിപരമായിട്ട് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു. മാതാവിൻ്റെ തിരുനാളുകളെക്കുറിച്ച് അത് നോയമ്പ് നോയിട്ട് ഒരുങ്ങാനായിട്ട് ശ്രമിക്കുന്നു, കുർബാന കാണുവാനായിട്ട് ശ്രമിക്കുന്നു. ഈ നിബന്ധനകളൊന്നും സത്യം പറഞ്ഞാൽ ഇവർ പാലിക്കേണ്ടതായിട്ടില്ല ഉടമ്പടിയിൽ. പക്ഷേ പരിശുദ്ധ അമ്മയുടെ ഈ വലിയ ദൈവസ്നേഹത്തെക്കുറിച്ച് ഈശോനെക്കുറിച്ച് ആലോചിക്കുമ്പം വിഷമം വരുന്നു എന്നൊക്കെ പറയുന്നതിൽ എത്രത്തോളം ബോധ്യത്തിൽ ഒരാൾക്ക് സാക്ഷി പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ദൈവം ഇതിനോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. ഇപ്പം അച്ഛൻ്റെ ആരാധനയെക്കുറിച്ച് പറയുന്നുണ്ട്. ആരാധനയുടെ കാര്യം പറഞ്ഞാണ് തുടങ്ങുന്നത്. ഒരുപാട് ആരാധനയിൽ സൗഖ്യം ഒരുപാട് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ കർത്താവിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പ്രവചനം എന്ന് പറയുന്നത് കർത്താവ് സകല ജനത്തിനും വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്ത എന്നുള്ളതാണ്. അത് കർത്താവ് ഇന്നും ആ ഒരു സ്റ്റാൻഡിൽ തന്നെ തന്നിലേക്ക് ചെരിയുന്ന ആരാണ് അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായെന്ന് പറയുന്നത് പോലെ തൻ്റെ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നവരാണ്. റോമ 10:9 പറയുന്നത് പോലെ കർത്താവാണ് ഏകരക്ഷകനെന്നും അവനെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും അവനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവനോടൊപ്പം നിത്യജീവനുണ്ടെന്ന് പറയുന്ന പോലെ ഈ ബോധ്യമുള്ള സാക്ഷ്യങ്ങൾ ഉടമ്പടി എടുത്ത് നമുക്കെല്ലാവർക്കും സഹായിക്കട്ടെ എന്നും ഒപ്പം നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്താനായിട്ട് ഇതുപോലുള്ള സാക്ഷ്യങ്ങൾ ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മുഹത്തപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.
ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.